ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും ഒരു ഡോർ മാറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ തയ്ച്ചതിൻ്റെ ബാലൻസ് സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഡോർ മാറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ട്രിപ്പ് വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പീസ് തുണി എടുക്കണം. അപ്പോൾ അതിൻ്റെ അളവ് 28 ആണ്, അതിൻ്റെ വിഡ്ത്ത് 18 ആണ് ലെങ്ത്. അപ്പോൾ 18 ഇഞ്ച് വീതിയിലും നമുക്ക് ഡോർ മാറ്റ് ആയതുകൊണ്ട് വീതിയാണ് കൂടുതൽ വരുന്നത്. 28 ഇഞ്ച് വീതിയിലും 18 ഇഞ്ച് നീളത്തിലും ഒരു പീസ് തുണി എടുക്കുക. എന്നിട്ട് 2.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്. അപ്പോൾ 2 ഇഞ്ചായാലും കുഴപ്പമില്ല, കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾക്ക് ഓരോ സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് ഫസ്റ്റ് അത് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അടുത്തത് രണ്ടും കൂടി ചേർത്ത് വെച്ച് താഴെ വരേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഓരോ സ്ട്രിപ്പും ഇത് ഫുള്ള് ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് സ്ട്രിപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ബാലൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീതി എടുത്തത് 28, വീതി എടുത്തതിനെ 3 ഭാഗമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇപ്പം 9x3 വരും 28. ഇപ്പം 30 ആണെങ്കിൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കണം. നമുക്ക് കട്ട് ചെയ്യാനാണ് ഇത്. ഇപ്പോൾ 9x3 വരും. 3 ആണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. 3 ഭാഗമായിട്ട് തിരിക്കാം. 28 ഇഞ്ച് വിഡ്ത്തിലുള്ളതാണ്, വീതിയിലെടുത്ത ഭാഗമാണ്. നമുക്ക് 3ആയിട്ട് തുല്യ ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നയൻ ഇൻറ്റു 3 ആണ്. അപ്പോൾ വീതിയിലുള്ള ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. നമ്മളതിനെ 3 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് ഓരോന്നിനെയും നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക് തുല്യ ഭാഗമായിട്ട് വീണ്ടും നമ്മൾ ആ 3നെയും ഓരോ പീസ് 2ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഇത്തിരി കളറൊക്കെ ഡിമ്മായൊരു തുണിയാണ്, പഴയ തുണിയല്ല ഇത്. എല്ലാം പുതിയ തുണിയിലാണ് ചെയ്തിരിക്കുന്നത് സ്ട്രിപ്പുകളെല്ലാം. അപ്പോൾ ഇതിനെ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് 6 പീസാണ് വരുന്നത്. 6 പീസ് വരും. നമുക്ക് 6 പീസുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അല്പസമയം എടുത്ത് ചെയ്താലും നല്ല ഭംഗിയാണ്, നമ്മൾക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോൾ വെറുതെ കളയുന്ന തുണി വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്നത് തന്നെയാണ്. എല്ലാം നമ്മൾക്ക് പുറത്തു പോയി പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടുമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന തുണി കൊണ്ട് ഉള്ള സമയത്തിൽ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിലാണ് അത് നമ്മൾ കട്ട് ചെയ്തത് വെച്ച് അടിക്കുന്നത്.
ഇതൊരു കട്ടിയുള്ള ഒരു തുണി, പാൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെയോ കട്ടിയുള്ള തുണിയിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് 6 പീസസാണ് ഉള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ വേണം വെച്ച് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഓരോ പീസും വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് മുകളിൽ നിന്ന് താഴേക്കാണ് ആ സ്ട്രിപ്പ് വരുന്നത്. സെക്കൻഡ് വെക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വരും. ഇപ്പം റൈറ്റ് വശത്തോട്ട് വരും നമ്മളെ സ്ട്രിപ്പ്. ഇതേ രീതിയിൽ വേണം വെച്ച് ഇതിനോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ആ 3 നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ രണ്ടാമത്തത് ആ 3 പീസും സെപ്പറേറ്റ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ രണ്ടാമത്തത് സെക്കൻഡ് ലൈന് നോക്കുമ്പോൾ നമ്മൾ മുകളിൽ വെച്ച പീസ് നോക്കണം. അപ്പോൾ അത് മുകളിൽ നിന്ന് താഴേക്കാണ് സ്ട്രിപ്പ് വെച്ചടിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വെക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് വരണം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന മാതിരി സ്ട്രിപ്പ്. അപ്പോൾ ഇതേ രീതിയിൽ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും. അപ്പോൾ വെച്ച് കാണിക്കുകയാണ്. 3 സെപ്പറേറ്റ് ജോയിൻ ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതിയാകും. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഓരോ സ്ട്രിപ്പും ഇങ്ങനെ ഇതേപോലെ ഹാഫൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം അത് ജോയിൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു 3 പീസ്. ശേഷം നമുക്കിതേപോലെ നീളത്തിൽ വെച്ചങ്ങ് 3 കൂടി ചേർത്ത് നമ്മൾ ജോയിൻ ചെയ്തത് അടിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചതിനെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇപ്പുറത്തോട്ടേ മുട്ടുസൂചി വയ്ക്കാവൂ. തയ്ക്കാനുള്ള ഭാഗം വിട്ടിട്ട് വേണം പിൻ ചെയ്ത് വയ്ക്കാൻ. ഇനി നമ്മൾക്ക് ആ 3 പീസും കൂടെ ജോയിൻ ചെയ്തതിനെ ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് അതേ അളവിന് തന്നെയാണ് നമ്മൾ ആ തുണി എടുത്തിരിക്കുന്നത്. എങ്കിലും നമുക്കിത് ജോയിൻറ്റ് ചെയ്യുമ്പോഴും കട്ട് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ബാലൻസ് വരും. നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും. അതും ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് വെച്ചതിന് ശേഷം ചുളിവൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ജോയിൻറ്റിൻ്റെ എല്ലാ വശവും ഓരോ സ്റ്റിച്ച് കൊടുക്കണം. ഓരോ ജോയിൻറ്റും ഓരോ പീസ് നമ്മൾ വെച്ചതിൻ്റെ പിന്നെ ഇടയ്ക്ക് മറ്റേ സ്ട്രിപ്പിലൂടെ ഇടയ്ക്ക് ഒന്നിടവിട്ടൊക്കെ സ്റ്റിച്ച് കൊടുത്താൽ നന്നായിരിക്കും. അതേപോലെ അപ്പോൾ നമ്മളിതെല്ലാം ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കറക്റ്റിന് കട്ട് ചെയ്ത് ബാലൻസ് തുണിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈനായിട്ട് ഞാനൊന്ന് ആ സ്ട്രിപ്പ് വെച്ചതിൻ്റെ ഇടയ്ക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൈപ്പിംഗ് വെക്കാം. അപ്പോൾ അടിവശത്ത് ഇതുപോലെ സ്ട്രിപ്പ് വെച്ചിട്ട് നല്ല വശത്തോട്ട് മടക്കിയാണ് ഞാൻ തയ്ക്കുന്നത്. അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് പൈപ്പിംഗ് എല്ലാം കൊടുത്ത് നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അല്പം സമയം എടുത്തിട്ടായാലും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ബ്ലൗസ് പീസിൻ്റെ മാത്രമായിട്ട് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് മഴക്കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇത് ചെറിയ അളവാണ്, 20 ആണ് ഇതിൻ്റെ വിഡ്ത്ത്, 14 ആണ് ഇതിൻ്റെ ലെങ്ത്.
ഇത് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സ്ട്രിപ്പ്. ഇത് ഭംഗിയായിട്ട് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പല കളറിലെ ബ്ലൗസ് പീസിൻ്റെ ബാലൻസ് വരുന്നത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്കൊരുപാട് യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. എല്ലാവർക്കും നന്ദി.